തിരുവനന്തപുരം വർക്കല ഇടവ മാന്ത്ര ഭാഗത്ത് കണ്ടെയ്നറുകൾ അടിഞ്ഞു. തുറന്ന നിലയിലുള്ള 2 കണ്ടെയ്നറുകളാണ് തീരത്ത് അടിഞ്ഞത്. അഞ്ചുതെങ്ങ് ഐരൂർ ഭാഗങ്ങളിലും കണ്ടെയ്നറുകൾ ഒഴുകിയെത്തി. TS ഹരികൃഷ്ണ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാൻ. ഹരി, ഇന്നലെ കൊല്ലത്തും ആലപ്പുഴയിലും നമ്മൾ സമാനമായിട്ടുള്ള അനുഭവങ്ങൾ കണ്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തെ പല തീരപ്രദേശങ്ങളിലും ഇങ്ങനെ കണ്ടെയ്നർ അടിഞ്ഞെത്തും എന്നുള്ള ഒരു പ്രതീക്ഷിച്ചിരുന്നതാണ് ഈ സംഭവം. ഇപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ? ഈ കണ്ടെയ്നറുകൾ തുറന്നതാണ്, ഒഴിഞ്ഞ നിലയിൽ തന്നെയാണല്ലോ അല്ലേ? അതെ, തിരുവനന്തപുരത്ത് തീരദേശ മേഖലയും ആശങ്കയായിരുന്നു. ഇന്നലെയൊക്കെ ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരുന്നു, തീരദേശത്ത് കണ്ടെയ്നറുകൾ വന്ന് അടിയാനുള്ള സാധ്യത. പക്ഷെ ഇന്നലെ കൊല്ലത്ത്, ആലപ്പുഴ ഈ ഭാഗങ്ങളിലാണ് കൂടുതൽ കണ്ടെയ്നറുകൾ വന്നടിഞ്ഞത്. അതുകൊണ്ട് തന്നെ തീരദേശ മേഖല കുറച്ച് ജാഗ്രതകൾ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അഞ്ചുതെങ്ങ്, വർക്കല ഈ ഭാഗങ്ങളിലൊക്കെ കൃത്യമായ ജാഗ്രത അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക്, തീരദേശ മേഖലയിലെ ആളുകൾക്കും നൽകിയിരുന്നു. എന്തെങ്കിലും തരത്തിൽ ഇങ്ങനെ കണ്ടെയ്നറുകൾ വരികയാണെങ്കിൽ അത് കൃത്യമായ അധികൃതരെ വിവരം അറിയിക്കണം എന്നുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറുകൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. വർക്കല ഇടവ മാന്ത്ര ഭാഗത്താണ് കണ്ടെയ്നർ അടങ്ങിയിരിക്കുന്നത്. 2 കണ്ടെയ്നറുകളാണെന്നാണ് വിവരം. പുലർച്ചെ ആയതുകൊണ്ട് കൂടുതൽ കണ്ടെയ്നറുകൾ ആ പരിസരത്ത് എവിടെയെങ്കിലും അടിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. നിലവിൽ 2 തുറന്ന നിലയിലുള്ള കണ്ടെയ്നറുകൾ മത്സ്യത്തൊഴിലാളികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവരത് അധികൃതരെ വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഞ്ചുതെങ്ങ് ഭാഗത്തും, അഞ്ചുതെങ്ങിന് 1-ാം പാലത്തിന് സമീപത്ത് ഒരു കണ്ടെയ്നർ അവിടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മുതലപ്പൊഴി താഴമ്പള്ളി ഭാഗത്താണ് ഈ കണ്ടെയ്നർ അടിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. അഞ്ചുതെങ്ങ് 1-ാം പാലത്തിന് സമീപമാണ് ഇത്. അവിടെ കൂടുതൽ കണ്ടെയ്നറുകൾ ഉണ്ടോ എന്നുള്ള കാര്യം നേരെ പുലർന്ന് ഇനിയുള്ള കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ഈ തീരദേശത്തിലെ കടൽക്ഷോഭ രൂക്ഷമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കല്ലുകളിലും മറ്റുമൊക്കെ കണ്ടെയ്നർ വന്ന് തട്ടിയായിരിക്കണം അത് തുറന്നിരിക്കുന്നത്. അതിനുള്ളിൽ എന്താണ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്കറിയാം. എന്തായാലും വിദഗ്ധരുടെ ഉൾപ്പെടെയുള്ള പരിശോധന ആവശ്യമാണ്. എന്തായാലും പ്രദേശത്ത് ഇനിയും കണ്ടെയ്നറുകൾ അടിഞ്ഞെത്താനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടെ നിരീക്ഷണമൊക്കെ ശക്തമാക്കിയിട്ടുണ്ടാകുമല്ലോ. ഒപ്പം ഈ കോസ്റ്റ് ഗാർഡിന്റെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ കണ്ടെയ്നറുകൾ മാറ്റുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം എങ്ങനെയാണ്? അടുത്ത നടപടി എന്താണ്? ഈ കോസ്റ്റ് ഗാർഡിന്റെ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ആ പരിസരത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഉദ്യോഗസ്ഥർ എത്താതെ മറ്റാരും തന്നെ ഈ കണ്ടെയ്നറുടെ അടുത്തേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം, 200 മീറ്റർ മാറി നിൽക്കാവൂ എന്നുള്ളൊരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഈ മുതലപ്പൊഴി ഭാഗത്ത് തുറന്ന കണ്ടെയ്നറിൽ നിന്ന് ചില പാക്കറ്റുകൾ തീരത്ത് അരിഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് പാക്കറ്റുകളാണെന്നാണ് തോന്നുന്നത്. അത് തീരത്ത് അരിഞ്ഞിട്ടുണ്ടെന്ന് മത്സ്യത്തൊഴിലാളികൾ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അതെന്താണ് എന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ പറയൂ. എന്തായാലും അടുത്ത 10 മണിക്കൂറുകളിൽ പരമാവധി കണ്ടെയ്നറുകൾ തീരത്തെത്തിക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുന്നത്. ഓക്കെ ഹരി, അങ്ങനെ തിരുവനന്തപുരം വർക്കല ഇടവ മാന്ത്ര ഭാഗത്തും കണ്ടെയ്നറുകൾ അടിയുന്ന സാഹചര്യമാണ്. തുറന്ന നിലയിലുള്ള 2 കണ്ടെയ്നറുകളാണ് ഇപ്പോൾ തീരത്ത് അടിഞ്ഞിരിക്കുന്നത്. അഞ്ചുതെങ്ങ് ഐരൂർ ഭാഗങ്ങളിലും കണ്ടെയ്നർ ഒഴുകി എത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. TS ഹരികൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.